തിരുമലയുടെ ഈ ആൽബങ്ങൾ ശരിക്കും ഒരു സ്മരണകൾ നിലനിർത്താനുള്ള ഉപാധികൾ മാത്രമാണ്. മാത്രമല്ല, പക്ഷെ അതിനു മുമ്പ് SCMS സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ സ്റ്റുഡൻസിനോടും എൻ്റെ സ്നേഹം അർപ്പിച്ചതിന് ശേഷം ഞാൻ തുടങ്ങാം. തുടക്കം നമുക്കൊരു പാട്ടോടുകൂടി തന്നെ തുടങ്ങാം. ദൂരക്കിഴക്കുതിക്കിൻ മാണിക്യച്ചെമ്പഴുക്ക ഞാനിന്നെടുത്തു വെച്ചേ എൻ്റെ വെറ്റില തമ്പളത്തിൽ. ദൂരക്കിഴക്കുതിക്കിൻ മാണിക്യച്ചെമ്പഴുക്ക ഞാനിന്നെടുത്തു വെച്ചേ എൻ്റെ വെറ്റില തമ്പളത്തിൽ. ദൂരക്കിഴക്കുതിക്കിൻ മാണിക്യച്ചെമ്പഴുക്ക. ഇപ്പം മലയാളത്തിലുള്ളതിനെക്കാട്ടിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് ആൽബങ്ങൾ ഒരുപാട് പോപ്പുലറൈസ് ആയിട്ടുള്ളത്. നമ്മൾ 2 മണിക്കൂർ ഒരു സിനിമ കാണുന്നു. ഈ 2 മണിക്കൂർ സിനിമ കണ്ടതിന് ശേഷം നമ്മൾ വെളിയിലിറങ്ങി ഒരു അഭിപ്രായം പറയുന്നു, കൊള്ളാം അല്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയുന്നു. പക്ഷേ 15 സെക്കൻഡ് കൊണ്ടോ അല്ലെങ്കിൽ 30 സെക്കൻഡ് കൊണ്ട് കാണുന്ന ഒരു ആഡ് ഫിലിം അല്ലെങ്കിൽ ഒരു സോപ്പിൻ്റെ പരസ്യം ഇതെല്ലാം കഴിയുമ്പം നമ്മുടെ മനസ്സിൽ അത് നിൽക്കുന്നില്ലേ? ഇപ്പം തുള്ളി നീലമായാലും എന്ത് സംഭവമായാലും സാറേ സാറേ സാമ്പാറേ എന്നുള്ള പാട്ടായാലും പെട്ടെന്ന് നിൽക്കുന്നു. അപ്പം ക്യൂട്ട്നെസ് ആയിട്ട് എടുക്കുന്നത്, വളരെ ഷോർട്ടായിട്ട് എടുക്കുന്നത്, പക്ഷേ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ ആൽബം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ 3 മിനിറ്റ് അല്ലെ 3.5 മിനിറ്റിൽ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും കഥകളിയോ ശാസ്ത്രീയ സംഗീതമോ അത്രയ്ക്ക് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല, എങ്കിലും ഈ ആൽബം എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഉദാത്തമായിട്ടുള്ള കലയാണ്. അതൊരു തികഞ്ഞ കലാരൂപമാണെന്ന് തന്നെയാണ്. തികഞ്ഞ കലാരൂപം. ഓക്കെ, പിന്നെ ബി സാർ അതിനൊരു ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. അത് ഒരു തികഞ്ഞ കലാരൂപമായി തന്നെ സാറും കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം ആൽബം എന്ന് പറയുന്നത് ശരിക്കും അതിനകത്ത് ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു ലിമിറ്റഡ് ടൈം ഫ്രെയിമിനകത്ത് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 3.5 മിനിറ്റ് കൊണ്ട് വളരെ ഇമ്പ്രസീവായിട്ടൊരു കഥ പറയുകയോ അല്ലെങ്കിൽ കുറേ നല്ല വിഷ്വൽസോ, പിന്നെ പൊതുവേ ആൽബംസിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഓഡിയോയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓഡിയോ കാസറ്റ്സിൻ്റെ സെയിൽസ് അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാനും കൂടെ ഉള്ള ഒരു പർപ്പസ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും തികഞ്ഞ കലാരൂപം തന്നെയാണ്. ഏറ്റവും നല്ല വിഷ്വൽസും ഏറ്റവും നല്ല പെർഫോമൻസസും, ചിലപ്പോൾ അതെന്ത് പറയുകയാണെങ്കിൽ അതിൻ്റെ ക്രീം ഓഫ് എവറിത്തിങ്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ചേർത്തിട്ടാണ് 3 മിനിറ്റ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ തികഞ്ഞ കലാരൂപം തന്നെയാണ്. അത് ചിലർ നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്, ചിലർ മോശമായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളേ ഉള്ളൂ. നല്ല ആൽബംസും ചീത്ത ആൽബംസും ഉണ്ട്, നല്ല പാട്ടും ചീത്ത പാട്ടും ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ സിനിമ പോലെയും നാടകം പോലെയൊക്കെ ഒരു തികഞ്ഞ കലാരൂപം തന്നെയാണെന്ന് ബിജു സാർ പറഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം? എന്താണ് സവിതയുടെ അഭിപ്രായം? എന്താണ്? തീർച്ചയായിട്ടും നല്ലൊരു കലാരൂപം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ലൊരളവ് വരെ ഒരാളുടെ ക്രിയാത്മകതയും അയാളുടെ കഴിവും ഏറ്റവും കൂടുതൽ ആവശ്യമാകുന്ന ഒന്നാണ് ആൽബം. ഈ പറയുന്ന പോലെ സിനിമാ ഗാനങ്ങളായാലും ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത് തികച്ചും സിനിമാ ഗാനങ്ങൾ തന്നെയാണ്. എങ്കിൽ പോലും ഈ ആൽബംസിൻ്റെ ഇപ്പോഴത്തെ കാലത്തൊരു പ്രസക്തി വരാൻ കാര്യം ഒരുപക്ഷെ ഈ സിനിമയിൽ കാണുന്ന പോലെ ഒരു നായികയും നായകനും ഒരുമിച്ച് കുറേ ആടിപ്പാടി നടക്കുക എന്നതിലുപരി ആൽബംസിന് ഈ പറയുന്ന പോലെ ഒരു ക്രിയാത്മകത ആവശ്യമാണ്. ഒരു തീമുണ്ട്, അത് വളരെ കോമ്പാക്റ്റ് ആയിട്ട്, അത് നല്ല കഴിവ് വേണം. അങ്ങനെ ഒരു സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ ഒരു തീം കുറച്ച് സമയത്തിനുള്ളിൽ ആൾക്കാർക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. ഇപ്പോൾ രാധിക ഒരു ആൽബത്തിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുള്ളതല്ലേ? ആൽബത്തിൽ അഭിനയിക്കുമ്പോൾ തന്നെ അതൊരു കംപ്ലീറ്റ് ആർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഐഡിയൽ പെർഫോമൻസ് കാണിക്കുന്ന ഒരു സ്ഥലമായി, ഒരു സ്റ്റേജ് പെർഫോമൻസ് പോലെ, ഒരു സിനിമയിൽ അഭിനയിക്കുന്ന പോലെ അതുപോലൊക്കെ തനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും ഫീൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ജനങ്ങളുടെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. വളരെ നന്നായിരുന്നു.